ചക്രപാണി ക്ലാസ്സസ് 2.0 ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കറണ്ട് അഫെയർ 2024 ജനുവരി മുതൽ നവംബർ വരെയുള്ള ചോദ്യങ്ങൾ നോക്കാമെന്നാണ് പറഞ്ഞു തുടങ്ങിയത്. അതിൻ്റെ ഒരു വീഡിയോ ആദ്യത്തെ പാർട്ട് നമ്മൾ ചെയ്യുകയും ചെയ്തു. 2024 നടന്ന ദേവസ്വം ബോർഡ് OAയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിയത്. അപ്പോൾ നിങ്ങളോട് അത് നോക്കി കമൻ്റ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 2200ഓളം പേര് കണ്ട സമയത്തും 100 താഴെ 120 കമൻറ്റ് മാത്രമാണ് വന്നത്. അപ്പോൾ കൂടുതൽ കമൻറ്റ് ഇടുക, ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ഇടുക. ഇപ്പോൾ എന്തായാലും 1-2 സീരീസ് കൂടെ എൻ്റെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ കമൻറ്റും മറ്റ് വ്യൂസും നോക്കിയിട്ടായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 14/1/2024 നടന്ന ദേവസ്വം ബോർഡിൻ്റെ ചോദ്യങ്ങൾ 10 എണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇനി അതിനകത്ത് കുറച്ച് ചോദ്യങ്ങളൂടെ ഉണ്ട്, അതും നോക്കി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, 2021 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ധോളവീര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ന് തന്നിരുന്ന ഓപ്ഷൻസ് രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, മിസോറാം. ഇന്നത്തെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഗുജറാത്താണ്. നമുക്കറിയാം ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗറാണ്. ഗുജറാത്തിൻ്റെ ഹൈക്കോടതി വരുന്നത് അഹമ്മദാബാദിലാണ്. ഇന്ത്യ എന്ന രാജ്യം എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അതും ഗുജറാത്തിലാണ് സൂററ്റിനെയാണ് വജ്ര നഗരം എന്ന് അറിയപ്പെടുക. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നതും സൂററ്റ് താപ്തി നദിയുടെ തീരത്താണ്. ഇനി തിരിച്ച് നമ്മൾ വരുമ്പോൾ യുനെസ്കോയിലേക്ക് വരുമ്പോൾ യുനെസ്കോ രൂപീകരിച്ച വർഷം എന്നാണ്? നവംബർ 16, 1945. 16 നവംബർ 1945 യുനെസ്കോ രൂപീകരിച്ചത്. അതിൻ്റെ ആസ്ഥാനം ഫ്രാൻസിലെ പാരീസാണ് ആസ്ഥാനം. ഇനി പാരീസ് തന്നെയാണ് ഫ്രാൻസിൻ്റെ തലസ്ഥാനം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ യുനെസ്കോ എന്ന് പറഞ്ഞു. എന്താണ് യുനെസ്കോയുടെ ഫുൾ ഫോം? യുനെസ്കോ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷനാണ് യുനെസ്കോ. അപ്പോൾ യുനെസ്കോ രൂപീകരിച്ചത് നവംബർ 16, 1945 അതിൻ്റെ ആസ്ഥാനം പാരീസിലാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് 2021 ലോക പൈതൃക പട്ടിക ഇടം നേടിയ ധോളവീര സ്ഥിതി ചെയ്യുന്ന എവിടെയെന്നാണ്? ധോളവീര ഗുജറാത്തിലാണ്. അതേസമയം 43ാമതായിട്ട് ഇന്ത്യയിൽ നിന്ന് 2024 പൈതൃക പട്ടികയിൽ ഇടം നേടി. അതാണ് ഏത്? മൊയ്തം. MOIDAM. മൊയ്തം എന്ന് പറയുന്നത് അഹോം രാജവംശത്തിൻ്റെ ശവകുടീരമാണ്. നമുക്കറിയാം അഹോം രാജവംശം എന്ന് പറയുന്നത് ആസാമിലെ ഒരു രാജവംശമായിരുന്നു അഹോം രാജവംശം. അപ്പോൾ ആ അഹോം രാജവംശത്തിൻ്റെ ശവകുടീരങ്ങളെയാണ് മൊയ്തം എന്ന് പറയുന്നത്. 2024 യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയതാണ് മൊയ്തം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ആസാമിലേക്കാണ്. ഇന്ത്യയിൽ കാമരൂപ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആസാമാണ്. ആസാമിൻ്റെ തലസ്ഥാനം ദിസ്പൂരാണ്. നിലവിലെ ആസാമിൻ്റെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ. ആസാമിൻ്റെ ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. 4 സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് വരുന്നതാണ് ഗുവാഹത്തി ഹൈക്കോടതി. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം. അപ്പോൾ ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം ഈ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് വരുന്നത് ഗുവാഹത്തി ഹൈക്കോടതിയാണ്. ഇനി ഗുവാഹത്തി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആസാമിലാണ്. ഇന്ത്യയിൽ ആകെ 25 ഹൈക്കോടതികളാണ് ഉള്ളത്. അതിൽ കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ കീഴിൽ എത്ര ജില്ലകളുണ്ടെന്ന് ചോദിച്ചാൽ 15 ജില്ലകളാണ്. കേരളത്തിലെ 14 ജില്ലയും ലക്ഷദ്വീപിലെ 1 ജില്ലയും ചേർത്ത് 15 ജില്ലയാണ് കേരള ഹൈക്കോടതിയുടെ കീഴിൽ വരിക. അപ്പോൾ ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശം ഏത് സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതിയുടെ കീഴിലാണെന്ന് ചോദിച്ചാൽ അത് കേരള ഹൈക്കോടതിയുടെ കീഴിലാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഗുജറാത്ത് രൂപീകരിച്ചത് 1960 മഹാരാഷ്ട്രയെ വിഭജിച്ചാണ് ഗുജറാത്ത് രൂപീകരിച്ചത്. ഇതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ഏകദേശം ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ 10% വരുന്നതും രാജസ്ഥാനാണ്. രാജസ്ഥാന്റെ തലസ്ഥാനം ജയ്പൂരാണ്. നിലവിലെ രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. മറ്റൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ടായിരുന്നതാണ് മധ്യപ്രദേശ് രൂപീകരിച്ചത് 1956 നവംബർ 1 തന്നെയാണ്. ഹിന്ദി സംസാരിക്കുന്ന ഒരു ഔദ്യോഗിക ഭാഷയായ ഒരു സംസ്ഥാനം കൂടിയാണ് മധ്യപ്രദേശും രാജസ്ഥാനും എന്ന് നമുക്കറിയാം.
പിന്നീട് രാജസ്ഥാനിലാണ്, മധ്യപ്രദേശിലാണ് കുനോ ദേശീയോദ്യാനം. കുനോ ദേശീയോദ്യാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയിൽ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നതും മധ്യപ്രദേശാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നീട് മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇൻഡോർ. ഇൻഡോർ ആണ് ഒരു ക്ലീനസ്റ്റ് സിറ്റി, ഏറ്റവും വൃത്തിയുള്ള ഒരു നഗരമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇൻഡോർ ആണെന്നും ഓർത്ത് വയ്ക്കുക. ഇത്രയുമാണ് മധ്യപ്രദേശിനെ പറ്റി ജസ്റ്റ് ഒന്ന് ബേസിക് ലെവലിൽ നമ്മൾ നോക്കിയത്. പിന്നീടുള്ളതാണ് ഒരു ഓപ്ഷനായിരുന്നു മിസോറാം. മിസോറാം രൂപീകരിച്ചത് 1987-ലാണ്. മിസോറാമിൻ്റെ തലസ്ഥാനം ഐസ്വാൾ ആണ്. നിലവിലെ മിസോറാമിൻ്റെ മുഖ്യമന്ത്രിയാണ് ലാൽഡു ഹോമ. ലാൽഡു ഹോമ നിലവിലെ മിസോറാമിൻ്റെ മുഖ്യമന്ത്രിയാണ് ലാൽഡു ഹോമ. അപ്പോൾ 43 നമ്മൾ പറഞ്ഞു വന്നത് 43ാമത് UN ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയതാണ് മൊയ്തം. മൊയ്തത്തിൽ പറഞ്ഞപ്പോഴാണ് നമ്മൾ നേരെ ആസാമിലേക്ക് പോയതെന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ 43ാമത്തെ പൈതൃക പട്ടികയിൽ വന്നത് മൊയ്തം. 42ാമത് യുനെസ്കോ പൈതൃക പട്ടികയിൽ വന്നതാണ് ഹൊയാസാല ക്ഷേത്രം. ഹൊയാസാല ക്ഷേത്രം കർണാടകയിലാണ്. നിലവിലെ കർണാടകയുടെ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. നിലവിലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഇനി 41ാമത് ചേർത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ശാന്തി നികേതനാണ്. ശാന്തി നികേതൻ രവീന്ദ്രനാഥ് ടാഗോർ ആണ് നേതൃത്വം നൽകിയത്. അപ്പോൾ ശാന്തി നികേതനാണ് 41ാമത് ഇന്ത്യയിൽ നിന്ന് ആഡ് ചെയ്ത ഹെറിറ്റേജ് സൈറ്റ്. അപ്പോൾ 41 ശാന്തി നികേതൻ, 42 ഹൊയാസാല ടെമ്പിൾ, 43 മൊയ്തം. ആ മൊയ്തം ആസാമിലാണെന്ന് ഓർത്ത് വയ്ക്കുക. അഹോം രാജവംശത്തെ പറ്റിയും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, 2023 മെയ് മാസം നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്, അതായത് IPL ആണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിച്ച ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഇവിടെ സാധാരണ പൊതുവിൽ കുട്ടികൾ എന്ത് ചെയ്ത് പഠിച്ചിട്ട് പോകും? വിജയിച്ച ടീമും പഠിക്കും, പരാജയപ്പെട്ട ടീമും പഠിക്കും. ചോദ്യം വന്നത് നേരെ എവിടേക്കാണ്? ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. മഹേന്ദ്ര സിംഗ് ധോണി, MS ധോണി. അപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിയെ കുറിച്ച് അറിയണമെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണി ഏത് ടീമാണെന്ന് അറിയണം. മഹേന്ദ്ര സിംഗ് ധോണിയുടെ ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ, നായകനാണ് മഹേന്ദ്ര സിംഗ് ധോണി. അപ്പോൾ 2023 IPL വിജയിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ചെന്നൈ സൂപ്പർ കിങ്സ്. പരാജയപ്പെടുത്തിയത് അല്ലെങ്കിൽ റണ്ണേഴ്സ് അപ്പ് ആരെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ഗുജറാത്ത് ടൈറ്റൻസ്. അതിൻ്റെ അന്നത്തെ ക്യാപ്റ്റൻ ആയിരുന്നു ഹർദിക് പാണ്ഡ്യ. പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. അന്നത്തെ ക്യാപ്റ്റൻ 2023 ക്യാപ്റ്റൻ ആയിരുന്നു ഹർദിക് പാണ്ഡ്യ. അതേസമയം ഹർദിക് പാണ്ഡ്യ 2024 ചോദിച്ചാൽ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാണ്. 2024 വന്നു കഴിഞ്ഞാൽ ഹർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാണ്. അതുകൊണ്ടാണ് അതങ്ങനെ എടുത്തു പറഞ്ഞതെന്ന് ഓർക്കുക. ഹർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാണ് നിലവിൽ 2024. അപ്പോൾ നമ്മളുടെ ചോദ്യം 2023 IPL ക്രിക്കറ്റ് ആയിരുന്നു. 2023 IPL വിജയിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. പരാജയപ്പെടുത്തിയത് ആരെയെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ടൈറ്റൻസിനെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം അതിനെ പറയുന്നതാണ് ഓറഞ്ച് ക്യാപ്പ് നേടിയത്. ഓറഞ്ച് ക്യാപ്പ് നേടിയത് ആരെന്ന് ചോദിച്ചാൽ ശുഭ്മാൻ ഗില്ലാണ്. ശുഭ്മാൻ ഗിൽ, GILL. ശുഭ്മാൻ ഗില്ലാണ് ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം. അതേസമയം ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ആരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഷമിയാണ്. മുഹമ്മദ് ഷമി. ഈ ഷമിയെ നമ്മൾ നേരത്തെ ലോകകപ്പിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മുടെ കായികം പ്ലേലിസ്റ്റിലുണ്ട്. അതൊന്ന് പരിശോധിക്കുക, കാണുക. ഇനി നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായും ഇനി പഠിക്കേണ്ടത് 2024 IPL ആണ്. 2024 IPL. 2024 IPL വിജയ് എന്ന് പറയുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 2024 IPL വിജയ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, KNIGHT, നൈറ്റ് റൈഡേഴ്സ് ആണ് 2024 വിജയ്. പരാജയപ്പെടുത്തിയത് ആരെയാണെന്ന് ചോദിച്ചാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇങ്ങനെ ഓർത്താൽ മതി. കൊൽക്കത്തയാണ് വിജയിച്ചത്. പരാജയപ്പെടുത്തിയത് ചോദിച്ചാൽ ഹൈദരാബാദ്. അതിൻ്റെ മുഴുവൻ പേരാണ് ഞാൻ പറഞ്ഞത്. സൺറൈസേഴ്സ് ഹൈദരാബാദ്. SRH എന്ന് ഷോർട്ട് ഫോമിൽ പറയും. അപ്പോൾ വിജയിച്ച ടീം ചോദിച്ചാൽ പൊതുവിൽ പറഞ്ഞാൽ കൊൽക്കത്ത, പരാജയപ്പെട്ട ടീം ചോദിച്ചാൽ ഹൈദരാബാദ്. ഇനി ഈ കളിയിലെ ഓറഞ്ച് ക്യാപ്പ്, അതായത് ഈ ടൂർണമെന്റിലെ ഓറഞ്ച് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി.
വിരാട് കോഹ്ലി, നമ്മൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുള്ള താരമാണ്. അതേസമയം പർപ്പിൾ ക്യാപ്പ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരത്തിനാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമാണ്. അത് ആരാണെന്ന് ചോദിച്ചാൽ ഹർഷൽ പട്ടേൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് 2024 IPL ബന്ധപ്പെടുത്തി ഓർത്ത് വയ്ക്കുക. നമ്മൾ IPLന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് IPLനെ കുറിച്ച് പൊതുവിൽ നമുക്കൊന്ന് സംസാരിക്കാനുള്ളത്, ബേസിക് ലെവലിൽ സംസാരിക്കാനുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: നാഗ്പൂർ, പാട്ന, ഇൻഡോർ, വാരണാസി. ഇതിനകത്ത് ശരി ഉത്തരം വാരണാസിയിലാണ്. നമുക്കറിയാം വാരണാസി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. ഈ വാരണാസി മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ് ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി. അപ്പോൾ നരേന്ദ്രമോദിയുടെ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാരണാസിയാണ്. വാരണാസിയെ ചുറ്റി ഒഴുകുന്ന നദി, അല്ലെങ്കിൽ വാരണാസി ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗാ നദിയുടെ തീരത്താണ് വാരണാസി. നമുക്കറിയാം ഇന്ത്യയുടെ രണ്ടാമത്തെ, ആക്ടിംഗ് അല്ലാതെ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. 1966 താഷ്കണ്ടിൽ വെച്ച് മരിച്ച വ്യക്തിയാണ്. താഷ്കണ്ട് കരാറിന് ഒപ്പിട്ടതിന് ശേഷം മരിച്ച വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു ആക്ടിംഗ് അല്ലാത്ത, ആക്ടിംഗ് ആണെന്ന് പറഞ്ഞാൽ ഗുൽസാരിലാൽ നന്ദ വരും. നമുക്കറിയാം ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1947 മുതൽ 64 വരെ അദ്ദേഹം തുടർന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മരിച്ചപ്പോൾ പുതുതായി ഒരു ആക്ടിംഗ് പ്രധാനമന്ത്രിയാണ് വന്നത്, ഗുൽസാരിലാൽ നന്ദ. അതിനുശേഷമാണ് ഇന്ത്യക്ക് അടുത്ത പ്രധാനമന്ത്രി വന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി 1964 മുതൽ 66 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് താഷ്കണ്ട് കരാറിൽ ഒപ്പുവെച്ചത്. ആ താഷ്കണ്ട് കരാർ ഒപ്പുവെച്ചതിന് ശേഷമാണ് അടുത്ത ദിവസം അദ്ദേഹം മരിക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഗുൽസാരിലാൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രിയായ നമുക്കറിയാം. പിന്നീട് വന്ന ആളാണ് ഇന്ദിരാഗാന്ധി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന ഓപ്ഷനാണ് വാരണാസി. അപ്പോൾ വാരണാസിയിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇനി അടുത്ത ഉള്ള ഓപ്ഷനാണ് നാഗ്പൂർ. നമുക്കറിയാം നാഗ്പൂർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ നാഗ്പൂർ വിമാനത്താവളം ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ അത് അംബേദ്കറുടെ പേരിലാണ്. BR അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ പേരിലാണ് നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ഓപ്ഷനാണ് പാട്ന. നമുക്കറിയാം ബീഹാറിന്റെ തലസ്ഥാനമാണ് പാട്ന. അപ്പോൾ പാട്ന ആരുടെ പേരിലുള്ള വിമാനത്താവളമാണെന്ന് ചോദിച്ചാൽ അത് ജയപ്രകാശ് നാരായണന്റെ പേരിലുള്ള വിമാനത്താവളമാണ് പാട്ന. ജയപ്രകാശ് നാരായണന്റെ പേരിലുള്ള വിമാനത്താവളമാണ് പാട്ന. സമ്പൂർണ്ണ വിപ്ലവം, ഇന്ദിരാഗാന്ധിക്കെതിരെ ടോട്ടൽ റെവല്യൂഷൻ നയിച്ച വ്യക്തിയാണ് ജയപ്രകാശ് നാരായണൻ. അതുപോലെ സർവോദയ പ്ലാൻ പ്രഖ്യാപിച്ചതും ജയപ്രകാശ് നാരായണനാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ബീഹാറിലെ പാട്ന വിമാനത്താവളം ജയപ്രകാശ് നാരായണന്റെ പേരിലാണ്. വാരണാസി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിലാണ്. അതേസമയം സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലുള്ള വിമാനത്താവളം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദ്. അതേസമയം ബീഹാറിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. അതേസമയം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്ര ഭായ് പട്ടേലാണ് നിലവിൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഓർത്തു വയ്ക്കുക. നാലാമത്തെ ചോദ്യം, 2019 നിലവിൽ വന്ന കേരള ബാങ്ക് അഥവാ കേരള കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? തന്നിരുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: ഗോപി കോട്ടമുറിക്കൽ, MK കണ്ണൻ, PS രാജൻ, നാലാമത്തെ ഓപ്ഷൻ VR രവീന്ദ്രനാഥ്. അപ്പോൾ ഇതിനകത്ത് കേരള ബാങ്കിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഗോപി കോട്ടമുറിക്കൽ. നിലവിലും അദ്ദേഹം തന്നെയാണ് കേരള ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് ഓർത്തു വയ്ക്കുക. നിലവിലെ പ്രസിഡന്റ് ചോദിച്ചാലും ഗോപി കോട്ടമുറിക്കൽ തന്നെയാണ്. അപ്പോൾ കേരള ബാങ്ക് രൂപീകരിച്ചത് 2019 പറഞ്ഞു. നിലവിൽ വന്നത് 2019. ആസ്ഥാനം തിരുവനന്തപുരമാണ്. നമുക്കറിയാം എല്ലാ ജില്ലകളിലും ഓരോ ജില്ലാ പ്രാഥമിക ബാങ്ക് ഉണ്ടായിരുന്നു, ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്നു. എല്ലാ ജില്ലയിലും മെയിനായിട്ട് ഒരു ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നു. ആ ജില്ലാ സഹകരണ ബാങ്കുകളെ ലയിപ്പിച്ചാണ് എന്ത് രൂപീകരിച്ചത്? കേരള ബാങ്ക് രൂപീകരിച്ചത്. അപ്പോൾ കേരള ബാങ്ക് രൂപീകരിക്കുന്ന സമയത്ത്
13 ബാങ്കുകളെ ഇതിനകത്ത് ചേർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മലപ്പുറം ജില്ലയിലെ ബാങ്ക് ചേർന്നില്ല. അത് പിന്നീട് ഒരു കോടതി വിധിയിലൂടെയാണ് 14ാമത് അതുകൂടെ ചേർത്ത് മുഴുവൻ കേരള ബാങ്ക്. ഇപ്പോൾ എത്ര ബാങ്കുകൾ, എത്ര പ്രാഥമിക ജില്ല, എത്ര ജില്ലാ ബാങ്കുകൾ ചേർത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ 14 ജില്ലാ ബാങ്കുകളെയും ചേർത്തിട്ട് തന്നെയാണ്. അതേസമയം ഇത് നിലവിൽ വരുന്ന സമയത്ത് 13 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മലപ്പുറം പിന്നീട് കൂട്ടിച്ചേർത്താണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എത്ര പ്രാഥമിക ബാങ്കുകൾ ചേർത്താണ് കേരള ബാങ്ക് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 14 ജില്ലാ സഹകരണ ബാങ്ക് ചേർത്താണ് കേരള ബാങ്ക് രൂപീകരിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. 2019 അത് നിലവിൽ വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ചെയർമാൻ ചോദിച്ചാലും നിലവിലെ ചെയർമാൻ ചോദിച്ചാലും അത് ഗോപി കോട്ടമുറിക്കലാണ്. ഗോപി കോട്ടമുറിക്കൽ. ഇനി ഉള്ളൊരു ഓപ്ഷനാണ് MK കണ്ണൻ. MK കണ്ണൻ കേരള നിയമസഭയിലെ ഒരു മുൻ MLA ആയിരുന്നു. അത് കൂടാതെ കേരള ബാങ്കിൻ്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും ഇദ്ദേഹമായിരുന്നു. ആദ്യത്തെ വൈസ് പ്രസിഡന്റ്, ആദ്യത്തെ ഉപാധ്യക്ഷൻ ചോദിച്ചാലും MK കണ്ണനായിരുന്നെന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത ഓപ്ഷനാണ് PS രാജൻ. PS രാജൻ കേരള ബാങ്കിൻ്റെ ആദ്യത്തെ CEO ആണ്. CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പം ആദ്യത്തെ CEO ആണ് PS രാജൻ. ഇനി PR രവീന്ദ്രനാഥ്. PR രവീന്ദ്രനാഥ് കേരള ബാങ്ക് രൂപീകരിക്കാൻ വേണ്ടി ഒരു ടാസ്ക് ഫോഴ്സിനെ കേരള സർക്കാർ നിയമിച്ചു. ആ ടാസ്ക് ഫോഴ്സിന്റെ അധ്യക്ഷനായിരുന്നു ആര്? VR രവീന്ദ്രനാഥ്. അപ്പോൾ കേരള ഗവൺമെന്റ് കേരള ബാങ്ക് രൂപീകരിക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ട്. ആ ടാസ്ക് ഫോഴ്സിന്റെ സ്ഥാപകനാണ്. ടാസ്ക് ഫോഴ്സിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അതാണ് VR രവീന്ദ്രനാഥ്. ഇനി അവസാനമായിട്ട് നമ്മൾ ഒരെണ്ണം കൂടെ എഴുതിയിട്ടുണ്ട്, ജോട്ടി M ചാക്കോ. നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു PS രാജനായിരുന്നു ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അങ്ങനെയാണെങ്കിൽ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ജോട്ടി M ചാക്കോ. അതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ജോട്ടി M ചാക്കോ നിലവിലെ CEO. 5ാമത്തെ ചോദ്യം, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ 2022 CBI നടത്തിയ പരിശോധനയുടെ രഹസ്യനാമം എന്താണ്? ഓപ്പറേഷൻസ് ഇതൊക്കെയാണ്: ഓപ്പറേഷൻ ബ്ലൂ ഹണ്ട്, ഓപ്പറേഷൻ ഗരുഡ, ഓപ്പറേഷൻ മേഘചക്ര, ഓപ്പറേഷൻ പി ഹണ്ട്. ഇവിടെ CBI എന്നുള്ളൊരു വാക്ക് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കേട്ടിട്ടുള്ള ഓർമ്മയിൽ നേരെ പി ഹണ്ട് എഴുതിയിട്ടിങ്ങ് പോരും, നെഗറ്റീവും കിട്ടും. പി ഹണ്ട് എന്ന് പറയുന്ന കേരള പോലീസ് നടത്തിയതാണ്. ദൗത്യം ശരി തന്നെയാണ്, പക്ഷെ ഇവിടെ ചോദ്യം വന്നത് CBI നടത്തിയ ദൗത്യമാണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ CBI 2022 നടത്തിയ ദൗത്യം ഏതെന്നാണ്? ശരി ഉത്തരം ഓപ്ഷൻ C ആണ്, ഓപ്പറേഷൻ മേഘചക്ര. ഓപ്പറേഷൻ മേഘചക്രയാണ് CBI നടത്തിയ കുട്ടികൾക്കെതിരെയുള്ള അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ നടത്തിയ ദൗത്യമെന്ന് ഓർത്തു വയ്ക്കുക. അതേസമയം പി ഹണ്ട് എന്ന് പറയുന്നത് കേരള സർക്കാർ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെതിരെ നടത്തിയ ഒരു ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ പി ഹണ്ട് 21.1 ഓർത്ത് വയ്ക്കുക. ഇനി ഇതിനകത്തുണ്ടായിരുന്ന മറ്റു 2 ഓപ്പറേഷൻസ് ആണ് ഓപ്പറേഷൻ ബ്ലൂ ഹണ്ട്. ഓപ്പറേഷൻ ബ്ലൂ ഹണ്ട് എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ ഇന്ത്യൻ ആർമിയും കാശ്മീരിലെ പോലീസും സംയുക്തമായിട്ട് നടത്തിയ ഒരു തീവ്രവാദത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഓപ്പറേഷൻ ബ്ലൂ ഹണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. ടെററിസ്റ്റുകൾക്കെതിരെ നടത്തിയതാണ്. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ ആർമിയും കാശ്മീർ പോലീസും ചേർന്ന് നടത്തിയ ഒരു ദൗത്യമാണ് ഓപ്പറേഷൻ ബ്ലൂ ഹണ്ട്. ഇതിനകത്തുള്ള മറ്റൊരു ഓപ്ഷനാണ് ഓപ്പറേഷൻ ഗരുഡ. ഓപ്പറേഷൻ ഗരുഡ എന്ന് പറയുന്നത് CBI നടത്തിയ തന്നെയാണ്. മയക്കുമരുന്ന് കൈവശം വച്ചിരിക്കുന്നത് പിടിക്കാനും മറ്റും നടത്തിയ ഒരു പോരാട്ടമാണ് ഓപ്പറേഷൻ ഗരുഡ. അത് നടത്തിയതും CBI ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ 4 ഓപ്പറേഷനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഇതുവരെ ദേവസ്വം ബോർഡ് OAയുടെ ചോദ്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആ ചോദ്യപേപ്പർ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യപേപ്പറിലോട്ട് പോവുകയാണ്. 2024 ജനുവരി 18 നടന്ന ഫയർമാൻ ഡ്രൈവർ പരീക്ഷയുടെ ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നോക്കുന്ന ചോദ്യം ചന്ദ്രയാനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ചന്ദ്രയാനെ കുറിച്ച് നമ്മൾ ഈ ചോദ്യത്തിൽ പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള PSC ചോദിച്ചിട്ടുള്ള നവംബർ വരെ PSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മളൊന്ന് കവർ ചെയ്ത് പോകാനാണ് ഈ ഒറ്റ ചോദ്യത്തിൽ കൂടെ ശ്രമിക്കുന്നത്. അതിനനുബന്ധ വിവരങ്ങളും പറഞ്ഞ് ആ ചോദ്യങ്ങളോട് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിനകത്ത് ചോദിച്ച ചോദ്യം ഇതാണ്: ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? നമുക്കറിയാം റോക്കറ്റ് വനിത എന്ന് വിശേഷിപ്പിക്കുന്നത് ഋതു കരിതാൽ ശ്രീവാസ്തവയാണ്. ഋതു കരിതാൽ ശ്രീവാസ്തവ. അപ്പോൾ ഋതു കരിതാളാണ് റോക്കറ്റ് വനിത.
അതേസമയം റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? അത് കെ ശിവനാണ്. ISROയുടെ മുൻ ചെയർമാനായ കെ ശിവനാണ്. കെ ശിവൻ ISROയുടെ 9ാമത്തെ ചെയർമാനാണ്. അങ്ങനെയാണെങ്കിൽ ISROയുടെ 10ാമത്തെ ചെയർമാനാണ് ഡോക്ടർ എസ് സോമനാഥ്. സോമനാഥാണ് 10ാമത്തെ ISROയുടെ ചെയർമാൻ. ISROയുടെ ചെയർമാനാകുന്ന 5ാമത്തെ മലയാളി കൂടിയാണ് ഡോക്ടർ എസ് സോമനാഥ് എന്ന് ഓർത്തു വയ്ക്കുക. നമ്മൾ പറഞ്ഞു റോക്കറ്റ് വിമൺ ആണ് ഋതു കരിതാൽ ശ്രീവാസ്തവ, റോക്കറ്റ് മാൻ ആണ് കെ ശിവൻ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറാണ് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ ശ്രീമതി ടെസ്സി തോമസ് ആണ്. ടെസ്സി തോമസ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ് ആണ്. അഗ്നി 4 റോക്കറ്റുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച വനിതയാണ് ടെസ്സി തോമസ് എന്നുകൂടി ഓർത്തു വയ്ക്കുക. അഗ്നി 4 മിസൈലുമായിട്ട് ബന്ധപ്പെട്ട വനിതയാണ് ടെസ്സി തോമസ് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ ചന്ദ്രയാൻ 3നെ കുറിച്ച് ഒന്ന് ബേസിക് ആയിട്ട് നോക്കാം. ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചന്ദ്രദൗത്യമാണ്. ചന്ദ്രയാൻ 3. അപ്പോൾ ചന്ദ്രയാൻ 3ന് മുമ്പ് 2 തവണ ഇന്ത്യ ചന്ദ്രയാൻ ദൗത്യം നടത്തിയിട്ടുണ്ട്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. 2008 ഒക്ടോബർ 22. അതൊരു ഹാർഡ് ലാൻഡിംഗ് ദൗത്യമായിരുന്നു. ഹാർഡ് ലാൻഡിംഗ് ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചിറക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു ദൗത്യമായിരുന്നു 2008-ൽ നടത്തിയ ചന്ദ്രയാൻ 1 ദൗത്യം. ഇനി അടുത്ത ചന്ദ്രയാൻ 2 ആയിരുന്നു. 2019 ജൂലൈ 22-നാണ് വിക്ഷേപണം നടന്നത്. 2019 ജൂലൈ 22. ആ സമയത്ത് ISRO ചെയർമാൻ കെ ശിവനായിരുന്നു. ISRO ചെയർമാൻ. അന്ന് സോഫ്റ്റ് ലാൻഡിംഗ് ആണ് ഉദ്ദേശിച്ചത്. എന്നാൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ഹാർഡ് ലാൻഡ് ആണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ദൗത്യം ഒരു പരാജയമായി മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് 2023-ൽ ചന്ദ്രയാൻ 2-ന്റെ ഒരു ഫോളോ അപ്പ് ദൗത്യമായിട്ട്, അത് എവിടെയാണോ പരാജയപ്പെട്ടത് ആ പരാജയത്തെ മറികടക്കാനുള്ള ഒരു ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് നമുക്കറിയാം 2023 ജൂലൈ 14-നാണ്. 2023 ജൂലൈ 14-ന് എവിടെ നിന്ന് വിക്ഷേപിച്ചു? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ട 2023 ജൂലൈ 14. ഇനി ഇവിടെ മറ്റ് 2 ഡേറ്റുകളിലൂടെ നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. 2023 ഓഗസ്റ്റ് 5. ആ ഡേറ്റും PSC ചോദിച്ചതാണ്. ആ ഡേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്ക് പ്രവേശിച്ച ദിവസം. ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്ക് ചന്ദ്രയാൻ 3 പ്രവേശിച്ച ദിവസമാണ് 2023 ഓഗസ്റ്റ് 5. ഇനി ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ദിവസമാണ് 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. അപ്പോൾ ഓർക്കേണ്ടത് ഓഗസ്റ്റ് 23-ആണ് ദേശീയ ബഹിരാകാശ ദിനം. ദേശീയ ബഹിരാകാശ ദിനം പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 വിജയിച്ചതിനെ തുടർന്നാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത്. അതേസമയം ഒക്ടോബർ 4 മുതൽ ഒരാഴ്ചയാണ് ലോക ബഹിരാകാശ വാരം. ബഹിരാകാശ വാരം എന്ന് പറയുന്നത് ഒക്ടോബർ 4 മുതൽ ഒരാഴ്ചയാണെന്ന് ഓർത്ത് വയ്ക്കുക. ദേശീയ ബഹിരാകാശ ദിനമാണ് ഓഗസ്റ്റ് 23. ഒരുപാട് തവണ PSC ചോദിച്ചൊരു ചോദ്യം കൂടെയാണ് ഓഗസ്റ്റ് 23 എന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ തിരിച്ച് ചന്ദ്രയാൻ 3-ലേക്ക് വരുമ്പോൾ ഓഗസ്റ്റ് 23-ന് ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞു. അവിടെ ഓർക്കേണ്ട പോയിന്റ്, ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. അതേസമയം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് 4ാമത്തെ രാജ്യമാണ്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യം, അതേസമയം ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യം. അപ്പോൾ ചന്ദ്രനിൽ ഇന്ത്യക്ക് മുമ്പ് സോഫ്റ്റ് ലാൻഡ് ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, അമേരിക്ക, ചൈന. അപ്പോൾ റഷ്യ, അമേരിക്ക, ചൈന ഇവയാണ് ഇന്ത്യക്ക് മുമ്പ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. 4ാമത് സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഇന്ത്യ, 5ാമത് സോഫ്റ്റ് ലാൻഡ് ചെയ്ത രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ ആ വക കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ചന്ദ്രയാൻ 3-ലേക്ക് വരുമ്പോഴത്തേക്കും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വാഹനം ഏതാണ്? വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ GSLVയുടെ വാഹനം തന്നെയാണ് LVM3 M4 ലോഞ്ച് വെഹിക്കിൾ
M3 M4 ആണ് വിക്ഷേപണ വാഹനം. LV-M3 M4 ആണ് വിക്ഷേപണ വാഹനമെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം, ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകിയ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ശിവശക്തി പോയിന്റ് എന്നാണ്. ശിവശക്തി പോയിന്റ് എന്നാണ് ആ പ്രദേശത്തിന് നൽകിയ പേര്. നമ്മൾ കണ്ടു ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ്. അതേസമയം ചന്ദ്രയാൻ 2 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നൽകിയ പേരാണ് ത്രിരംഗ. ആ പേര് നൽകിയതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 2008 ഹാർഡ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നൽകിയ പേരാണ് ജവഹർ പോയിന്റ്. അപ്പൊ 2008 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം ജവഹർ പോയിന്റ്. 2008 ഹാർഡ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന്റെ പേര് ജവഹർ പോയിന്റ്. 2019 ഹാർഡ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന്റെ പേര് ത്രിരംഗ. 2023 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന്റെ പേര് ചോദിച്ചാൽ ശിവശക്തി പോയിന്റ്. ഇനി PSC ചോദിച്ച ഒരു ചോദ്യമാണ്, ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തങ്ങൾക്കിടയിലാണ്? ശിവശക്തി പോയിന്റ് നമുക്ക് ബോർഡിൽ കാണാം. മാൻസിനസ് സി, സിംപോലിയാസിസ് എന്നീ 2 ഗർത്തങ്ങൾക്കിടയിലാണ് ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ശിവശക്തി പോയിന്റ് എന്ന് ഓർത്ത് വയ്ക്കുക. മാൻസിനസ് സി, സിംപോലിയാസിസ്. മാൻസിനസ് സി, സിംപോലിയാസിസ് ഈ 2 ഗർത്തങ്ങൾക്കിടയിലാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനത്തിൽ ഉണ്ടായിരുന്നവയാണ് ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഉണ്ടായിരുന്നു. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ലാൻഡർ മൊഡ്യൂൾ, റോവർ. ലാൻഡർ, റോവർ. അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കേണ്ടത് എന്തായിരുന്നു ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേരാണ് വിക്രം ലാൻഡർ. വിക്രം ലാൻഡർ അതായത് ചന്ദ്രയാനെ കൊണ്ടൊന്ന് സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കുക. സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കാനുള്ള ആ ലാൻഡർ, ഇറങ്ങാനുള്ള സാധനത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതിനെയാണ് ലാൻഡർ എന്ന് പറയുക. അതാണ് വിക്രം ലാൻഡർ. അതേസമയം ഈ ലാൻഡർ സോഫ്റ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം പരീക്ഷണം നടത്താനുള്ളതാണ് റോവർ. റോവറാണ് അവിടെ ഇറങ്ങി നടന്ന് പരീക്ഷണം നടത്തുക. ആ റോവറിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പ്രഗ്യാൻ എന്നാണ് അർത്ഥം. പ്രഗ്യാൻ എന്നാണ് ആ റോവറിന്റെ പേര്. അപ്പോൾ ലാൻഡർ ചോദിച്ചാൽ വിക്രം, അത് വിക്രം സാരാഭായിയോടുള്ള ആദര സൂചകമായിട്ടാണ് ആ പേര് നൽകിയത്. ഇനി പ്രഗ്യാൻ എന്ന് പറഞ്ഞാൽ വിജ്ഞാനം എന്നാണ് അർത്ഥം. ആ പ്രഗ്യാൻ ആണ് ഇതിന്റെ റോവർ എന്ന് ഓർക്കുക. അപ്പോൾ ലാൻഡർ വിക്രം, റോവർ ചോദിച്ചാൽ പ്രഗ്യാൻ റോവർ. ഇനി നമ്മൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ഇത് ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്റ്റ് നടക്കുമ്പോൾ ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ S സോമനാഥ് ആയിരുന്നു ISROയുടെ ചെയർമാൻ. 10ാമത്തെ ISRO ചെയർമാനാണ്, 5ാമത്തെ മലയാളിയാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. പിന്നുള്ളൊരു കാര്യം, പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു ചോദിച്ചാൽ P വീരമുത്തുവേലായിരുന്നു പ്രോജക്റ്റ് ഡയറക്ടർ. പ്രോജക്റ്റ് ഡയറക്ടറാണ് P വീരമുത്തുവേൽ. പ്രോജക്റ്റ് ഡയറക്ടർ P വീരമുത്തുവേലാണെന്ന് ഓർത്ത് വയ്ക്കുക. അതേസമയം മിഷൻ ഡയറക്ടർ ആയിരുന്നു S മോഹൻകുമാർ. മിഷൻ ഡയറക്ടർ S മോഹൻകുമാർ ആയിരുന്നെന്നും ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത് ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട് എത്ര പേലോഡുകളാണ് ഉണ്ടായിരുന്നത്? ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട് 7 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. ആകെ 7 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ ഒരു പേലോഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പേരാണ് ഷെയ്പ്പ്. SHAPE, ഷെയ്പ്പ്. ഷെയ്പ്പാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ ഉണ്ടായിരുന്ന പേലോഡ് എന്ന് ഓർക്കുക. ആകെ 7 പേലോഡ്. പിന്നെ ഉണ്ടായിരുന്നത് ലാൻഡറിലുള്ള പേലോഡ്. ലാൻഡറിൽ 4 പേലോഡാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്താണ് ചസ്തേ, CHASTE, ചാസ്തേ. മറ്റൊന്നാണ് ILSA, ഇൽസ. മൂന്നാമത്തത് ലാഗ്മർ പ്രോബ്. നാലാമത്തത് ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ. ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ. ഇത് 4 ലാൻഡറിലുണ്ടായിരുന്ന പേലോഡുകൾ.
ഇനിയുള്ളത് റോവറിലുണ്ടായിരുന്ന 2 പേലോഡുകളാണ്. അത് രണ്ടെണ്ണമാണ് APXS, മറ്റൊന്നാണ് ലിബ്സ് LIBS. ഇത് രണ്ടും റോവറിലുള്ള പേലോഡാണ്. റോവറിലുള്ള 2 പേലോഡാണ് APXSഉം ലിബ്സും. ഷെയ്പ്പ് എന്ന് പറയുന്നത് പ്രൊപ്പൽഷൻ മൊഡ്യൂളിലുള്ള പേലോഡാണ്. പ്രൊപ്പൽഷൻ മൊഡ്യൂളിലെ പേലോഡാണ് ഷെയ്പ്പ്. അതേസമയം ചാസ്തെ, ILSA, ലാക്മിർ പ്രോബ്, ലേസർ റിട്രോ റിഫ്ലക്റ്റർ ഇത് 4ഉം ലാൻഡർ പേലോഡുകളാണ്. ലാൻഡർ പേലോഡ്. അങ്ങനെ 7 പേലോഡാണ് ചന്ദ്രയാൻ 3ൽ ഉണ്ടായിരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനകത്തുള്ള ഒന്ന് ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റാണ് ചാസ്തെ, CHASTE. ചാസ്തെ എന്ന് പറയുന്നത് ചന്ദ്രനിലെ താപം, ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേലോഡാണ് ചാസ്തെ എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഉള്ളത് ILSA. ഇത് ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി എന്നാണ് ഫുൾ പേര്. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. ഇത് ലാൻഡർ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റാണ് ILSA. അതായത് ലാൻഡർ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ അനുഭവപ്പെടുത്താൻ അല്ലെങ്കിൽ അത് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റാണ് ILSA എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ മറ്റുള്ളതെല്ലാം ഒന്ന് പേരൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം ലേസർ റിട്രോ റിഫ്ലക്റ്റർ അറേ. ഇത് ആരുടെ സംഭാവനയാണെന്ന് ചോദിച്ചാൽ ഇത് നാസ കൈമാറിയ ഒരു പേലോഡാണ് ലേസർ റിട്രോ റിഫ്ലക്റ്റർ അറേ. ഇപ്പം നാസ കൈമാറിയ ഒരു പേലോഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലേസർ റിട്രോ റിഫ്ലക്റ്റർ അറേ ആണെന്നൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ APXSന്റെ ഫുൾ ഫോം ആണ് ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ. അതേസമയം LIBS ഇതിൻ്റെ ഫുൾ ഫോം ആണ് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് ആണ് LIBS. ഈ കാര്യങ്ങൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പ്രധാനമായിട്ട് ഇവിടെ ഓർത്ത് വെക്കേണ്ടത് 7 പേലോഡ്സ് ആണുള്ളതെന്ന് ഓർക്കുക. അതിനകത്ത് ഈ ഷെയ്പ്പ് SHAPE ഇത് പ്രൊപ്പൽഷൻ മോഡ്യൂളിലൊരു പേലോഡാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ചന്ദ്രയാൻ 3നെ കുറിച്ച് ബേസിക് ആയിട്ട് നമുക്കൊന്ന് ഓർത്ത് വയ്ക്കേണ്ടത്. ഇനി ഇതിനകത്ത് നാളിതുവരെ ചന്ദ്രയാനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കാദി ബോർഡിൽ ചോദിച്ചൊരു ചോദ്യമാണ് ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകൾ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരുന്ന ഓപ്ഷൻസ് ലാക്മിർ പ്രോബ്, ഷെയ്പ്പ്, ചാസ്തെ, ILSA. ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഷെയ്പ്പാണ് ഉൾപ്പെടാത്തത്. SHAPE ആണ് ഉൾപ്പെടാത്തത്. കാരണം അത് പ്രൊപ്പൽഷൻ മൊഡ്യൂളിലെ ഒരു പേലോഡാണെന്ന് ഓർക്കുക. പിന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഏതാണ്? പ്രഗ്യാൻ റോവർ. അത് യൂണിവേഴ്സിറ്റി LGSന് ചോദിച്ച ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ISRO ചെയർമാൻ മോഹൻ കുമാർ. അത് തെറ്റാണ്. ISRO ചെയർമാൻ S സോമനാഥ് ആണെന്ന് നമുക്കറിയാം. മൂന്നാമത്തെ ഒരു പ്രസ്താവന ചന്ദ്രയാൻ 3ലെ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്. ശരിയാണ്. നാലാമത്തെ ചോദ്യം ചന്ദ്രയാന്റെ മൊത്തം ചെലവ് 615 കോടി രൂപയാണ്. അതും ശരിയാണ്. അങ്ങനെ 4 പ്രസ്താവനകളിൽ 3 ശരിയാണ്. ഇനി അടുത്ത വീണ്ടും ചോദിച്ച ചോദ്യമാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് പ്രഗ്യാൻ എന്ന് തന്നെയാണ്. ഇനി 2024 നടന്ന ഫയർ വുമണിലെ ഒരു ചോദ്യമാണ് താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെ? ഒന്നാമത്തെ പ്രസ്താവന ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്. ശരിയാണ്. രണ്ടാമത്തത് റോവർ ചന്ദ്രനിൽ ഇറങ്ങി പരീക്ഷണങ്ങൾ നടത്തുന്നത് പ്രദർശിപ്പിക്കുന്നതിന്. അത് ശരിയാണ്. മൂന്നാമത്തത് സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. അതും ശരിയാണ്. അങ്ങനെ 3 പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. ഇനി അടുത്ത് ചന്ദ്രയാൻ 3ന്റെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 സ്ഥിരീകരിച്ചത്. മറ്റൊരു ചോദ്യം
ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇത് 2024 ഏപ്രിൽ മാസത്തിൽ നടന്ന പോലീസ് ഡ്രൈവറിന്റെ ചോദ്യമാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെയാണ്. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. അതും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം സോഫ്റ്റ് ലാൻഡ് ചെയ്തു. അതും ശരിയാണ്. അങ്ങനെ അതിലെ എല്ലാ പ്രസ്താവനകളും ശരിയായിരുന്നു. അടുത്ത ചോദ്യം 2024 മെയ്യിൽ നടന്ന ഒരു LGS പരീക്ഷയുടെ ചോദ്യമാണ്. ചന്ദ്രയാൻ 1 പ്രോജക്ട് ഡയറക്ടർ അണ്ണാദുരൈ ആണ്. ചന്ദ്രയാൻ 1 പ്രോജക്ട് ഡയറക്ടർ അണ്ണാദുരൈ ആയിരുന്നു. എന്നാൽ ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ഡോക്ടർ പി വീരമുത്തുവേൽ. അടുത്ത അസിസ്റ്റന്റ് കമ്പൈലർ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ചന്ദ്രൻ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? ശരി ഉത്തരം ഇന്ത്യ. അത് നമ്മൾ കണ്ടതാണ്. ആദ്യം റഷ്യ, രണ്ടാമത് അമേരിക്ക, 3 ചൈന, 4 ഇന്ത്യ. 5ാമത് ഇറങ്ങിയ രാജ്യമാണ് ജപ്പാൻ എന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം ചന്ദ്രയാൻ 3 ഉപയോഗിച്ച ലാൻഡറിന്റെ പേരെന്താണ്? വിക്രം. വീണ്ടും ഇതേ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷ. ഇനി ചന്ദ്രയാൻ 3 സോളാർ പാനൽ സബ്സ്ട്രേറ്റുകൾ നൽകിയത് ആരാണ്? ചന്ദ്രയാൻ 3 സോളാർ പാനൽ സബ്സ്ട്രേറ്റുകൾ നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം VSSC ആണ്. VSSC തിരുവനന്തപുരം. അടുത്ത ചോദ്യം ഇന്ത്യയുടെ 3ാമത് ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്നാണ്? ജൂലൈ 14, 2023. ഈ ചോദ്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ലബോറട്ടറി അറ്റൻഡറിന് ചോദിച്ചൊരു പരീക്ഷയാണ്. ഓഗസ്റ്റ് മാസം നടന്നത്. അടുത്തൊരു ചോദ്യം ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരെന്താണ്? വിക്രം ലാൻഡർ. വീണ്ടും റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഞാൻ ഇനി വായിക്കുന്നില്ല. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ രാജ്യം ഏതാണ്? ശരി ഉത്തരം ഇന്ത്യയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ രാജ്യം. ഇത് 19/10/2024 നടന്ന മലപ്പുറം ഇടുക്കി ജില്ലയിലെ LD ചോദ്യമാണെന്നുകൂടി മനസ്സിലാക്കുക. അടുത്ത ചോദ്യം ചന്ദ്രയാൻ 3 പിന്നിലെ വനിതാ ശാസ്ത്രജ്ഞയും മംഗൾയാന്റെ ഡെപ്യൂട്ടി ഓപ്പറേഷൻ ഡയറക്ടറുമായ ഇന്ത്യയിലെ റോക്കറ്റ് വിമൺ എന്നറിയപ്പെടുന്ന വനിത ആരാണ്? ഋതു കരിതാളാണ്. ഇതൊരു തമിഴ് ഹൈസ്കൂൾ ടീച്ചറിന് ചോദിച്ചതാണ് ഒക്ടോബർ മാസം. ഇത്രയും ചോദ്യങ്ങളാണ് ഇതുവരെ PSC ചന്ദ്രയാൻ എന്ന ഭാഗവുമായി ബന്ധപ്പെടുത്തി ചോദിച്ചത്. അടുത്ത 7ാമത്തെ ചോദ്യം 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം. 2023 ലോകകപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? ശരി ഉത്തരം 10 രാജ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 2023 ലോകകപ്പ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഏകദിന ലോകകപ്പ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. കാരണം 2023 ഏകദിന ലോകകപ്പ് നടന്നത്, 2024 2020 ലോകകപ്പ് നടന്നത്. ഇതിൻ്റെ എല്ലാം സവിസ്തരമായിട്ടുള്ള ക്ലാസ് നമ്മുടെ ക്രിക്കറ്റും PSCയും എന്ന ടൈറ്റിലിലെ കായികം പ്ലേലിസ്റ്റിനകത്ത് ഉണ്ട്. അപ്പോൾ എൻ്റെ ജസ്റ്റ് അടിസ്ഥാന വിവരങ്ങൾ മാത്രം പറഞ്ഞ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. 2023 ഏകദിന ലോകകപ്പ് വിജയിച്ചത് ഓസ്ട്രേലിയയാണ്, പരാജയപ്പെടുത്തിയത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു. അതേസമയം ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആയിരുന്നു. PATCUMMINS പാറ്റ് കമ്മിൻസ് ആയിരുന്നു ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ എന്ന് ഓർത്ത് വയ്ക്കുക. ഇതിലുണ്ടായിരുന്ന ആകെ മത്സരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 48 ആണ്. ആകെ ഉണ്ടായിരുന്ന ടൂർണമെന്റിൽ ഉണ്ടായിരുന്ന മത്സരങ്ങളുടെ എണ്ണം 48 ആണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ബാക്കി ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് ഉണ്ട്. അടുത്ത 8ാമത്തെ ചോദ്യം കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? ഇതിനകത്ത് കൊടുത്തിരുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: ട്രിപ്പിൾ ജമ്പ്, ബാഡ്മിൻ്റൺ, 4x400 മീറ്റർ റിലേ, ഹോക്കി. ഇതിൽ ശരി ഉത്തരം ഹോക്കിയാണ്. നമുക്കറിയാം 2020 2024 PR ശ്രീജേഷ് ഇന്ത്യക്ക് വേണ്ടി ഹോക്കിയിൽ മെഡൽ നേടി. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി 2024 2020 വെങ്കല മെഡൽ നേടിത്തന്നത് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമാണ് വെങ്കല മെഡൽ നേടിയത്. അതിലൊരു അംഗമായിരുന്നു PR ശ്രീജേഷ്. അത് മാത്രമല്ല നമുക്കറിയാം PR ശ്രീജേഷിന്റെ ജേഴ്സി നമ്പറാണ് 16. അതുകൂടാതെ
കേരള ഒളിമ്പിയാഡിൻ്റെ അല്ലെങ്കിൽ കേരള സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു ചോദിച്ചാലും അത് PR ശ്രീജേഷ് ആയിരുന്നു. 2024 ഒളിമ്പിക്സോടെ PR ശ്രീജേഷ് റിട്ടയർ ചെയ്തു. അദ്ദേഹം അങ്ങനെ റിട്ടയർ ചെയ്തുകൊണ്ടാണ് 16 എന്നുള്ള ജേഴ്സി നമ്പർ ഹോക്കി ഫെഡറേഷൻ പിൻവലിച്ചത്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ അതുകൊണ്ടാണ് പിൻവലിച്ചത്. അപ്പോൾ 16 ആരുടെ ജേഴ്സി നമ്പറാണെന്ന് ചോദിച്ചാൽ അത് PR ശ്രീജേഷിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ, GRILL, ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ, PR ശ്രീജേഷിൻ്റെ ആത്മകഥയാണ്. അതോടൊപ്പം നമ്മൾ ഓർത്തു വയ്ക്കേണ്ട മറ്റൊരു പേരാണ് മാനുവൽ ഫെഡറിക്. മാനുവൽ ഫെഡറിക്കിന് 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ താരമാണ്. അന്നും വെങ്കല മെഡലാണ് ഹോക്കിക്ക് വേണ്ടി നേടിയതെന്ന് ഓർത്തു വയ്ക്കുക, മാനുവൽ ഫെഡറിക്. അപ്പോൾ കേരളത്തിന് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടിയെന്ന കായിക ഇനം ഈ പറഞ്ഞവയിൽ ഹോക്കിയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ഒരു ട്രിപ്പിൾ ജമ്പ് താരമാണ് നമുക്കറിയാം അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പ് താരമായിരുന്നു കേരളത്തിൽ നിന്ന് പങ്കെടുത്തത്. അപ്പോൾ 2024 ഒളിമ്പിക്സിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ആകെ താരങ്ങളുടെ എണ്ണം ചോദിച്ചാലും 7 അത് നമ്മൾ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ ഒളിമ്പിക്സിൻ ഭാഗത്ത് കണ്ടിട്ടുണ്ട്. കായികം പ്ലേലിസ്റ്റിൽ ഒളിമ്പിക്സിൽ ഉണ്ടെന്നുകൂടി ഓർക്കുക. പിന്നെയുള്ള ഒരു ചോദ്യമായിരുന്നു ബാഡ്മിൻ്റൺ. കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ഒരു താരമാണ് HS പ്രണോയ്. ബാഡ്മിൻ്റണിൽ പങ്കെടുത്ത താരമാണ് HS പ്രണോയ്. അതേസമയം 4x400 മീറ്റർ റിലേയിലും കേരളത്തിൽ നിന്ന് 4 പേര് ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ മെഡൽ നേടാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന ഇനം ഏതാണ്? ഹോക്കിയാണ്. ഹോക്കിക്കാണ് കേരളത്തിന് മെഡൽ നേടിയത്. 2020 2024 കിട്ടിയത് നമ്മൾ സവിസ്തരം കണ്ടു. അതോടൊപ്പം കേരളത്തിൽ നിന്ന് പങ്കെടുത്തത് 7 അംഗങ്ങളാണെന്നും ആ 7 പേരാണ് പങ്കെടുത്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മുടെ ഒളിമ്പിക്സിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്, അതുകൂടി ഒന്ന് കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് 2 ചോദ്യപേപ്പറാണ്. 2024 നടന്ന ദേവസ്വം ബോർഡിൻ്റെയും ഫയർമാൻ ഡ്രൈവറുടെയും ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളും വിശദീകരണങ്ങളാണ് കണ്ടത്. ഈ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.